കേൾക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് അല്ലെങ്കിൽ ആൻറ്റി ഏജിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ ശരിക്കും അതിന് മാത്രം ഉള്ളതല്ല ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മൾക്ക് ബോഡിയിൽ എത്തുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. സെല്ലുലാർ ഗ്രോത്തും റിപ്പയറും നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ഗ്ലൂട്ടാത്തയോൺ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അത് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും? നെല്ലിക്ക കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, പേരക്ക കഴിക്കുകയൊക്കെ ചെയ്യാം. സൾഫർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത്. സൾഫർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തവിടുള്ള ധാന്യങ്ങൾ കഴിക്കുന്നത്. അതുപോലെ നട്ട്സ് കഴിക്കുക, ധാരാളം സീഡ്സ് കഴിക്കുക, ചിയ സീഡ്സ് പോലെയുള്ളതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂട്ടിക്കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. സൾഫർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂട്ടിക്കൊണ്ടുവരാനും വൈറ്റമിൻ സി ഇമ്പ്രൂവ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂട്ടാത്തയോൺ അബ്സോർപ്ഷൻ കൂടാൻ വേണ്ടിയിട്ടും